വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യയിലെ മാവോയിസ്റ്റുകളെയും നക്സലുകളെയും എല്ലാം 2026 പൂർണ്ണമായും കെട്ടുകെട്ടിക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അതായത് 2026 നമ്മുടെ രാജ്യം മാവോയിസ്റ്റ് മുക്തമാകും എന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ ഒരു കാര്യം പറഞ്ഞാൽ അത് വെറുതെ പറയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമിത്ഷാ ആ പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച്, അതായത് വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച്, അത് കഴിഞ്ഞ് ബി.ജെ.പിക്ക് നിലവിൽ ഭരണം കിട്ടിയ ഛത്തീസ്ഗഡിൽ അവിടെ മാവോയിസ്റ്റുകളുടെ കോട്ട അവിടെ ചെന്നിറങ്ങി അമിത്ഷാ അവിടെ നിന്ന് പറഞ്ഞ വാചകമാണിത്. പോരാത്തതിന് മാവോയിസ്റ്റുകളെ നേരിടാനുള്ള മോസ്റ്റ് മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങളൊക്കെ നമ്മുടെ സൈന്യത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഈ ബീജാപ്പൂർ എന്ന് പറയുന്ന പ്രദേശം വലിയ കുഴപ്പം പിടിച്ച പ്രദേശമാണ്. അത് നമ്മുടെ ഛത്തീസ്ഗഡിലെ ബീജാപ്പൂർ. ഈ അമിത്ഷാ പറയുന്ന 90% ഉണ്ടായിരുന്നു നമ്മൾ കയറിയപ്പോഴുള്ള മാവോയിസ്റ്റ് ആക്രമണങ്ങൾ. അത് 8% കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇനിയിപ്പോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ ഇടയ്ക്കാണല്ലോ മ്യാൻമറിന് അകത്തോട്ട് കയറി ഇന്ത്യൻ പട്ടാളം ആക്രമിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടത്. മാവോയിസ്റ്റ് ആക്രമണം നടത്തിയ കാഴ്ചയൊക്കെ. അപ്പൊ ഈ ബീജാപ്പൂർ എന്ന് പറയുന്ന പ്രദേശം വളരെ കുഴപ്പം പിടിച്ചൊരു പ്രദേശമാണ്. ഈ ബീജാപ്പൂർ ഈ ഹിദുമ നദ്വി എന്ന് പറഞ്ഞ ഒരു ഭീകരനൊക്കെ ഉണ്ട്. തനിക്ക് 100 ലക്ഷം രൂപയൊക്കെയാണ് വിലയിട്ടിരിക്കുന്നത്. അത് വലിയ ഭീകരനാ. അപ്പൊ ഇവർക്ക് ഈ മേഖലകളെ തിരിച്ച് ഓരോ കമാൻഡറുകളെയൊക്കെ ഇവര് കൊടുത്തിട്ടുണ്ട്, ഈ മാവോയിസ്റ്റുകൾ. നിങ്ങളെ മര്യാദയ്ക്ക് കീഴടങ്ങുക, കീഴടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ പുനരധിവസിപ്പിക്കാം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കീഴടങ്ങുന്നുണ്ട്. കർണാടകയിലൊക്കെ ഒരുപാട് മാവോയിസ്റ്റുകൾ വന്ന് കീഴടങ്ങിയിട്ടുണ്ട്. എന്നാൽ കീഴടങ്ങാൻ തയ്യാറാകാത്ത മാവോയിസ്റ്റുകൾ അവർ ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഇന്ത്യൻ പട്ടാളത്തിനെ IED വെച്ച് അവർ സഞ്ചരിച്ചിരുന്ന ട്രക്ക് തകർത്ത് 8 പട്ടാളക്കാർ വീരമൃത്യു വരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനുശേഷം ഇവരുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ്. രണ്ടിന്റെ അന്ന് ഈ IED ഉണ്ടാക്കുന്ന ഈ മാവോയിസ്റ്റുകളുടെ തലവനെ ഛത്തീസ്ഗഡിൽ വധിച്ചു. ഇപ്പോ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ഒരു വനം മുഴുവൻ, ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാവോയിസ്റ്റ് വേട്ടയാണെന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വനം മുഴുവൻ പട്ടാളക്കാരും വളഞ്ഞിരിക്കുകയാണ് മാവോയിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട്. അതിനകത്ത് വലിയ ഫൈറ്റ് ഉണ്ടാകുന്നു, വലിയ അടി ഉണ്ടാകുന്നു, തിരിച്ചടി ഉണ്ടാകുന്നു. മാവോയിസ്റ്റുകാരെല്ലാം കൊല്ലപ്പെടുകയാണ്, മൃതദേഹങ്ങൾ കുമിഞ്ഞു കൂടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ശുദ്ധീകരണം തന്നെയല്ലേ ഈ മാവോയിസ്റ്റുകളുടെ കാര്യം നടക്കുന്നത്. അമിത്ഷാ പറഞ്ഞ കാര്യം നടക്കാനുള്ള സാധ്യത ഉണ്ടോ? 2026 ഇന്ത്യ ഒരു മാവോയിസ്റ്റ് മുക്ത രാജ്യമാകും? ധനുഷ്, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത് ഭീകരാക്രമണം, ഭീകരർ എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ ഉം. സംബന്ധിച്ച് ഭീകരർ നമുക്കൊരു ഭീഷണിയല്ല വലുതായിട്ട്. ഇപ്പോൾ ജമ്മു കാശ്മീരിലൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഭീകരാക്രമണം ഒഴിച്ചാൽ ഭീകരർ വലിയ നമുക്കൊരു ഭീഷണിയല്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഭീകരർ നമുക്കൊരു ഇന്ത്യക്ക് ഒരു ഭീഷണി അല്ല എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷേ ഉം. നമ്മുടെ രാജ്യത്തിന് 1960 മുതൽ ഭീഷണിയായി നിലനിൽക്കുന്ന ഒന്നാണ് ഈ നക്സലിസം അഥവാ മാവോയിസം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഉം. നമുക്ക് ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഭീകരാവസ്ഥ അറിയില്ലെങ്കിൽ പോലും അതിന്റെ ഉം. ഭീകരാവസ്ഥ നമുക്ക് അറിയണം. ഒരുപക്ഷെ നമ്മുടെ ഈ വീടുകളിലും മറ്റുമൊക്കെ പഴയ ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഈ നക്സലിസത്തിന്റെ ഒരു ഭീകരമുഖം നമുക്ക് പറഞ്ഞു തരും. കാരണം കേരളത്തിൽ നക്സലാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അജിതയെ പോലുള്ള ഉം. നക്സലുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണമുണ്ട്. വെള്ളത്തൂവൽ സ്റ്റീഫനെ പോലുള്ള നേതാക്കളുണ്ട്. ഇന്ന് വെള്ളത്തൂവൽ സ്റ്റീഫൻ ഒക്കെ ഒരു സുവിശേഷ പ്രചാരകനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നക്സലിസം നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നിപ്പോ വയനാടൻ കാടുകളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വയനാട് പോലീസിന്റെ സെർച്ചിങ്ങും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ അറ്റാക്കുകളും കൗണ്ടർ അറ്റാക്കുകളും ഒക്കെ നടക്കാറ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഈ മാവോയിസ്റ്റിന്റെ ഒരു ചരിത്രം നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വളരെ കൗതുകകരമായിട്ടൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകാനുണ്ട്. കാരണം 1960കളിലാണ് ഇതിന്റെ ഒരു ബേസിക് സാധനം നടക്കുന്നത്. 67ലാണ് ഇത് രൂപീകൃതമാകുന്നത്. ഉം. മാവോയിസ്റ്റ് പിന്നീട് വന്നതാണ്. ആദ്യം ഉണ്ടാകുന്നത് നക്സലിസമാണ്, നക്സൽ എന്നുള്ളതാണ്. ഈ നക്സലിസം ഉം. സോറി നക്സലിസം ആദ്യമായി ആരംഭിക്കുന്നത് പശ്ചിമ ബംഗാളിലെ നക്സൽബാരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ആ നക്സൽബാരിയിൽ നിന്നാണ് ഈ നക്സലിസം ഉണ്ടായി വരുന്നത്. ഈ നക്സൽബാരി എന്ന് പറയുന്നത് ഏതാണ്ട് 2014 വരെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും കടന്നു ചെല്ലാനോ കൊടിയുയർത്താനോ കഴിയാത്ത ഒരു ഇടമായിരുന്നു നക്സൽബാരി. പക്ഷെ ഇന്ന് അവിടെ ഭരിക്കുന്നത് BJP ആണ്. ആ മണ്ഡലം 2 തെരഞ്ഞെടുപ്പിൽ BJP ആണ് ജയിച്ചത്. ഈ നമ്മുടെ ഈ ന്യൂസ് ഇന്ത്യ മലയാളം ഈ ചാനലിൽ തന്നെ 1.5 വർഷം മുമ്പ് ഞാൻ ഓരോ സംസ്ഥാനങ്ങളിലും RSS എങ്ങനെ വളർന്നു എന്നും BJP എങ്ങനെ വന്നു എന്നും ഉള്ളതിന്റെ ഒരു 10 മിനിറ്റുള്ള സ്റ്റോറികൾ ഇതിനകത്ത് ഇട്ടിരുന്നു. അന്ന് 1.5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, പശ്ചിമ ബംഗാളിൽ RSS എങ്ങനെയാണ്, കാരണം വങ്കനാട്ടിൽ സംഘപരിവാർ വളരില്ല എന്ന് പറഞ്ഞവർക്ക് ഒരു വലിയ ആവേശം ഉണർത്തുന്ന ഒരു സ്റ്റോറി ആയിരുന്നു അത്. ഉം. അതായത് ഈ RSS ആദ്യമായി പശ്ചിമ ബംഗാളിൽ തുടങ്ങുന്നത് ഈ പറയുന്ന ഈ നക്സൽബാരി ഗ്രാമത്തിലാണ്.
അതായത് നക്സൽബാരി ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ തലതൊട്ടപ്പന്മാരായ അവിടുത്തെ നക്സൽ നേതാക്കളെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അവിടുത്തെ ചാരു മജുംദാർ ആയാലും കന്നു സന്യാലായാലും ഒപ്പം തന്നെ ജിഗർ സന്താൽ എന്നൊക്കെ പറയുന്നത് ഈ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നക്സൽ നേതാക്കന്മാരാണ്. അവരാണ് ഈ നക്സലിസത്തിന് വലിയ പ്രാധാന്യം. അവരുടെ നാട്ടിൽ, അവരുടെ സ്വർഗത്തിൽ, നക്സലുകളുടെ സ്വർഗത്തിലാണ് RSS അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷെ അത് RSS എന്നുള്ള ഉം. പേരിലായിരുന്നില്ല. അവരവിടെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തകർ എന്ന പേരിലായിരുന്നു അവർ ആദ്യകാലത്ത് പ്രവർത്തനം നടത്തിയിരുന്നത്. അവര് ആളുകളെ, കാരണം ഇതൊരു കുഗ്രാമമാണ്. ഈ നക്സലിസം വളരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്നുകിൽ ഗോത്രവർഗ മേഖലകളായിരിക്കും, അല്ലെങ്കിൽ അതിദാരിദ്ര്യത്തിൽ കിടക്കുന്ന കുഗ്രാമങ്ങളായിരിക്കും. അങ്ങനെ ആ കുഗ്രാമത്തില് ഈ RSS സ്കൂൾ ആരംഭിച്ചു, ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നക്സലുകൾ അതിനെ ഇവര് അനുവദിച്ചു. അവർ നക്സലുകൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇത് RSSകാരാണോ എന്നോ ഒന്നും അറിഞ്ഞില്ല. ഏതൊക്കെ കുറെ ജീവകാരുണ്യ പ്രവർത്തകർ അവർ വരുന്നു, അവർ വന്ന് സ്കൂൾ ആരംഭിക്കുന്നു. സ്കൂളിന് ശേഷം ആശുപത്രി ആരംഭിച്ചു. പിന്നീട് പതുക്കെ പതുക്കെ അവർ വളരുന്നു. ഒടുവിൽ ഈ സ്കൂളിന്റെ എനിക്ക് തോന്നുന്നത് 50ാം വാർഷികത്തിന് 2014 ശ്രീ അമിത്ഷാ ഈ നക്സൽബാരി ഗ്രാമത്തിൽ എത്തുമ്പോഴാണ് അവിടുത്തെ സാധാരണപ്പെട്ട ഉം. ആളുകൾ അറിയുന്നത് ഇത് RSSന്റെ സ്കൂളായിരുന്നു എന്നും RSSന്റെ ആശുപത്രി ആയിരുന്നു. ഈ RSSകാരാണ് കാലാകാലങ്ങളിൽ തങ്ങളോടൊപ്പം ഈ സന്നദ്ധ പ്രവർത്തകരായി നിന്നിരുന്നത് എന്ന്. കാരണം അന്നത്തെ കാലത്ത് അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയില്ല. ഇതുപോലെ തന്നെ ഒരു ചരിത്രമാണ് RSS ത്രിപുരയിലുമുള്ളത്. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. നമ്മളത് ഒരു 1.5 കൊല്ലം മുമ്പ് ഉം. പറഞ്ഞിരുന്നാണെങ്കിൽ പോലും. അപ്പോ അവിടെ ഇന്ന് കാവി, അതായത് കടും കമ്മ്യൂണിസ്റ്റ് ആയ ചെങ്കൊടി എന്ന് പറഞ്ഞാൽ പോലെ CPM-ന്റെ ചെങ്കൊടി അല്ല, അതിനേക്കാൾ തീവ്രമായ ചെങ്കൊടി പാറിയ മണ്ണിലൊക്കെ ഇന്ന് കാവിക്കൊടിയാണ് പാറുന്നത്. അത് കാലം കഴിഞ്ഞതാണ്. ഈ RSSന്റെ ഈ വളർച്ചയെ കുറിച്ച് ഒരു പ്രമുഖ മാധ്യമത്തിന് ഇന്റർവ്യൂ നൽകിയത് ചാരു മജുംദാറിന്റെ മകനാണ്. അദ്ദേഹവും ഇപ്പോഴും നക്സലിസത്തിന്റെ ആശയം പേർന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ വന്നത് RSSകാരാണ്, അല്ലെങ്കിൽ അവരാണ് ഈ സ്കൂൾ കെട്ടുന്നതെന്നോ അവരാണ് ഈ പിള്ളേരെ പഠിപ്പിക്കുന്നതെന്നോ അറിയത്തില്ലായിരുന്നു. പക്ഷെ അവരിപ്പോ വളർന്ന് പന്തലിച്ച് ജനങ്ങളെല്ലാം അവരോടൊപ്പം നിൽക്കുന്നു എന്നൊരവസ്ഥ ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലേക്ക്. അപ്പൊ അങ്ങനെ 1967 പശ്ചിമ ബംഗാളില് ഈ കർഷക ജന്മി തർക്കങ്ങളും കൊലപാതകങ്ങളും പതിവായി. 1967 പശ്ചിമ ബംഗാളില് ഒരു കർഷകൻ ഒരു ഭൂപ്രഭുവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഇതിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് നക്സലിസം ഇന്ത്യയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ കലാപം ആരംഭിക്കുന്നത് ഈ ഒരു കർഷകന്റെ പേരിലാണ്. പിന്നീട് ഈ കർഷകരുടെ ഒരു മുന്നണി പോരാളികളായിട്ട്, അല്ലെങ്കിൽ അവരുടെ അവകാശം സംരക്ഷിക്കാനായിട്ടായിരുന്നു നക്സലിസം പിന്നീട് പ്രവർത്തിച്ചത്. അത് പിന്നീട് പടർന്ന് പന്തലിച്ചു. ബീഹാർ, ത്രിപുര, ഒപ്പം തന്നെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലുങ്കാന, ഇപ്പോഴത്തെ തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, എന്തിനേറെ പറയുന്നു കേരളം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആസാം ഉൾപ്പെടെ. ഇന്നിപ്പോ കാണുന്ന ഉൾഫയും ഗുൾഫയും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ നക്സലിസം അവിടെ ശക്തമായിരുന്നു. നക്സലിസത്തിന്റെ ആ ഒരു ആവിർഭാവം കൂടി അങ്ങനെ വന്ന ആ ഒരു സാഹചര്യം, ആ സാഹചര്യത്തില് സാക്ഷാൽ കമ്മ്യൂണിസത്തിന്റെ ഒക്കെ ഒരു തലതൊട്ടപ്പനായ സ്റ്റാലിൻ, അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ അല്ല, ഉം. ഒറിജിനൽ സ്റ്റാലിൻ തന്നെ പറഞ്ഞു എന്നാ പറയുന്നത്, ഇന്ത്യയെ പോലൊരു രാജ്യത്തില് വിപ്ലവത്തിന് വലിയ സ്ഥാനമില്ല, പകരം ജനാധിപത്യ മാർഗത്തിലൂടെ തന്നെയാണ് അതിന് വേണ്ടത്. കാരണം തോക്കിൻകുഴിയിലുള്ള വിപ്ലവത്തിന് സാധ്യതയില്ല എന്ന് പറഞ്ഞു. അത് പൊളിറ്റിക്കലി അങ്ങനെ CPI, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിഞ്ഞ് പിന്നെ CPM ആയി. CPM-ന്റെ ലൈനും ഉം. ഏകദേശം ഈ നക്സലുകൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഈ തൊഴിലാളി വർഗ സ്നേഹവും അതിന്റെ അധിഷ്ഠിതമായിരുന്നു. പക്ഷെ അവർ അക്രമത്തിലേക്ക് പോയില്ല എന്ന് പറയാനായിട്ട് ഇപ്പൊ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരത്തിന്റെ ആ ഒരു രീതി പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ നക്സലുകൾ അന്ന് നടത്തിയ ഈ ജന്മിയുടയാൻ പോരാട്ടത്തിന്റെ ഒരു ചിത്രം ഇതിലും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അതെ. നക്സലിസം അങ്ങനെ പടർന്ന് പന്തലിച്ചു. 2000 വരെ, അതായത് ഈ 2001 വരെ ഇന്ത്യയിലെ 27 ജില്ലകൾ ഭരിച്ചിരുന്നത് നക്സലുകളായിരുന്നു. കാരണം ഓ. ഈ ജില്ലകളുടെ മുഴുവൻ നികുതി പിരിക്കുന്ന നക്സലുകളാണ്. ഇതുവഴി ആര് സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്ന നക്സൽ. അങ്ങനെ കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങൾ. നമ്മുടെ ദക്ഷിണേന്ത്യയിലൊക്കെ ആണെങ്കിൽ വാറങ്കൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ആന്ധ്രാപ്രദേശിൽ, അവിടെ കൂടെ ഒക്കെ വലിയ ദുഷ്കരമാണ് അവിടെ കടന്നില്ല. കാരണം ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഈ അവിടെ ഒരു ഏരിയ ഉണ്ടാക്കുന്നു, അവിടെ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നു, കരമ്പ് ഇരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഛത്തീസ്ഗഡ് പോലെയുള്ള ഇടങ്ങളിലുള്ള ഖനി മുതലാളിമാരുണ്ട്, ഈ കോൾനിലങ്ങള്, ഒപ്പം തന്നെ ഉം. അങ്ങനെയുള്ള ഖനി മുതലാളിമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, കോറി മുതലാളിമാരെയൊക്കെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു. ആദ്യകാലത്തൊക്കെ ഇവര് ഇതിന്റെ ഒരു പങ്ക് ഈ ഇവിടുത്തെ അരിയായിട്ടും മറ്റുമൊക്കെ അവിടെയുള്ള ഈ ഗ്രാമീണർക്കൊക്കെ നൽകുമായിരുന്നെങ്കിൽ പിന്നീട് ഈ ഈ നക്സലിസം പിന്നീട് മാവോയിസത്തിലേക്ക് മാറുന്നു, മാവോയിസത്തിന്റെ ആശയങ്ങളിലേക്ക് മാറുന്നു. പിന്നെ അത് കഴിഞ്ഞ് CPI ML എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കും. ഇന്നത് രാഷ്ട്രീയ പാർട്ടിയാണ്.
ബീഹാറിൽ MLA മാരുള്ള പാർട്ടിയാണ് CPI-ML. നമ്മുടെ കേരളത്തിലും ഒക്കെ ഉണ്ട് അവർ. CPI-ML മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയം പേർന്നവരാണ്. അപ്പൊ അങ്ങനെ കുറച്ചുപേര് രാഷ്ട്രീയത്തിലേക്ക് വന്നു, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി. മറ്റു കുറച്ചുപേർ പോരാട്ടത്തിലേക്ക് പോകുന്നു. അങ്ങനെ നക്സലിസം മാറി പിന്നെ മാവോയിസം എന്നുള്ള രീതിയിലേക്ക് പോയി, മാവോയിസ്റ്റുകൾ എന്ന രീതിയിലേക്ക് മാറുന്നു. മാവോയിസ്റ്റിൽ തന്നെ അനവധി ഗ്രൂപ്പുകളുണ്ട്. പീപ്പിൾ ലിബറേഷൻ ആർമിയാണ് അതിൽ ഏറ്റവും വലിയ ഗ്രൂപ്പ്. ഈ പീപ്പിൾ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഘടനയാണ് പിരിഞ്ഞ് 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 പല 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 സംഘടനകളും പല പല നേതാക്കന്മാരുടെ കീഴിലുള്ള ചെറു ഗ്രൂപ്പുകളുമായിട്ട് ഇവർ മാറുകയാണ്. ഇപ്പൊ കബനി ദളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് പത്രത്തിൽ കാണാറില്ലേ, വയനാടൊക്കെ കബനി ദളത്തിന് മീറ്റിംഗ് നടന്നു എന്നൊക്കെ. കാരണം ഇവര് ദളം, ഇവരുടെ ഒരു ബ്രാഞ്ചിന് അങ്ങനെയാണ് ഇവർ പേര്. അപ്പം ഇത്തരത്തിലേക്ക് വന്നു. പിന്നീട് ഇവര് ഒരു വികസന പ്രവർത്തനങ്ങൾ പോലും ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതായത് റോഡുകൾ വെട്ടുന്നത് ഇവർ തടയും, കുടിവെള്ളം എത്തിക്കുന്നത് തടയും. കാരണം ഈ ജനങ്ങൾ എന്നും അടിമകളെ പോലെ നിന്നെങ്കിൽ മാത്രമേ ഈ മാവോയിസത്തിനായാലും നക്സലിസത്തിനായാലും വളരാൻ പറ്റൂ. കാരണം ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ടാണ്. പിന്നീട് ഇവര് വലിയ കച്ചവടക്കാരായി മാറി. കഞ്ചാവ് കൃഷി ആയിരുന്നു ഇവര് പിന്നീട് ഇവരുടെ ഒരു വരുമാന മാർഗം. നമ്മുടെ ഇടുക്കിയിൽ നിന്നടക്കം പഴയകാല കഞ്ചാവ് കൃഷിക്കാർ ഒക്കെ ഈ അടുത്ത കാലത്ത് അവിടുത്തെ ചില ആളുകളെ കഞ്ചാവ് ഉൾപ്പെടെ പിടിക്കുമ്പോൾ അത് വരുന്നത് മുഴുവൻ ഈ ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ ഇടങ്ങളിൽ വ്യാപകമായ രീതിയിലുള്ള കൃഷി, ചെറിയ കൃഷിയല്ല, നമ്മുടെ ഈ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന പോലുള്ള കൃഷിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് കഞ്ചാവ് കൃഷി ചെയ്ത് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവരിത് പറയുന്നത്, അവിടെ ചെന്ന് നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നമുക്ക് പണം മുടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കൃഷിയിടം ഈ നക്സലുകൾ നമുക്ക് തരും. ആ കൃഷിയിടത്തിന് കാവൽ അവർ നിൽക്കും. ഇത് വിളഞ്ഞ് പൂത്ത് ഇത് വെട്ടാറാകുമ്പോൾ ഇത് വെട്ടി പാക്ക് ചെയ്ത് വിടുന്നത് വരെ നക്സലുകളാണ്. അത് കൊണ്ടുവരുന്ന കാരണം ഒരു എന്താ പറയുന്നത്, വലിയ ഒരു ടെൻഷനും ഇല്ലാതെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഈ നക്സലുകൾ അങ്ങനെയുള്ള ധനസമ്പാദനത്തിലേക്ക് പോയി. ആ ഒരു സാഹചര്യത്തിലാണ് അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആകുന്നതും നക്സലിസത്തെ മുഴുവൻ തീർക്കാതെ മുൻപോട്ട് പോകില്ല എന്നുള്ള നില വന്നത്. കാരണം നക്സലിസത്തിന്റെ കുറച്ചുകൂടെ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കാൻ തുടങ്ങി. അതിനാണ് അർബൻ നക്സലുകൾ എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിസത്തിന്റെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇവരോട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിസത്തിനേക്ക് അപ്പുറത്തേക്ക് ഉള്ള ചില തീവ്ര ചിന്താഗതിക്കാരാണ് ഇവര്. ഒരു കമ്മ്യൂണിസ്റ്റിനോട് നമുക്ക് സംസാരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം വളരെ സിമ്പിൾ ആണ്. അവർ പ്രായോഗിക ബുദ്ധിയോട് സംസാരിക്കുന്നവരാണ്. അവരുടെ ആശയം കമ്മ്യൂണിസം ആണ് എങ്കിൽ പോലും സ്വാഭാവികമായി അവർക്ക് അങ്ങനെ ഒരു തീവ്രമായിട്ട് ഒന്നിനെ ഇല്ലാതാക്കണമെന്നോ, അല്ലെങ്കിൽ ഒന്നിനെ ഇപ്പം ഒരു രാജ്യം പിടിച്ചടക്കണമെന്നോ, ഇല്ലെങ്കിൽ ഒരു സംസ്ഥാനം പിടിച്ചടക്കണമെന്നോ, ഇല്ലെങ്കിൽ നമ്മുടെ അണ്ടറിൽ ഒരു ജനത നിൽക്കണമെന്നോ ഒന്നും അവർക്ക് ആഗ്രഹമില്ല. അവർ ഒരു ജനാധിപത്യ പ്രക്രിയ പൊതുരാഷ്ട്രീയ പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ പെട്ടെന്ന് നമുക്ക് തോന്നും ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണോ എന്ന് തോന്നും ഇവരുമായിട്ട് സംസാരിച്ചത്. പക്ഷെ ഇവർ കമ്മ്യൂണിസം അല്ല, ഇവർ അർബൻ നക്സലുകളാണ്. ഈ രാജ്യത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അർബൻ നക്സലുകൾക്കെതിരെ ഒരു വേട്ട ആരംഭിക്കുന്നത്, നക്സലിസത്തിനെതിരെ ആരംഭിക്കുന്നത്. അങ്ങനെ ഈ നക്സലുകൾക്ക് പല സംസ്ഥാനങ്ങളിലും ഉള്ള അടിവേര് തന്നെ അമിത്ഷാ മഹാരാഷ്ട്രയിലടക്കം തകർത്ത് തരിപ്പണമാക്കി. ആ നക്സലുകൾ പിന്നെ നമ്മൾ കാണുന്നത് ഈ ജമ്മു കാശ്മീരിൽ അവിടെ പോയിട്ട് ഇവര് ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതാണ് കാണുന്നത്. അപ്പൊ ഈ നക്സലിസവും ജിഹാദിസവും എന്താണ് എന്നൊരു വലിയ സംശയം നമുക്ക് വരും. കാരണം അവിടെ മതപരമായിട്ട് ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ടെററിസ്റ്റുകൾ ജമ്മു കാശ്മീരിൽ കടന്ന് അക്രമം നടത്തുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയം പേറുന്ന, ഇല്ലെങ്കിൽ വിപ്ലവം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിലാളി വർഗ അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഇവരെന്തിനാണ് അവിടെ പോയിട്ട്? അപ്പോഴാണ് ഇതിന്റെ മറ്റൊരു കഥ മനസ്സിലാകുന്നത്. ഇവർക്കിപ്പോ ഈ ഇന്ത്യയില് മിക്കവാറും എല്ലാ സംസ്ഥാനത്തും ഇവരെ പുകച്ച് പുറത്തിയാടി. ജീവിക്കാൻ വേറെ മാർഗമില്ല. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് എന്താണ്, അവിടെ ഇപ്പൊ ഭീകരവാദികളില്ല. അതായത് ജമ്മു കാശ്മീരികളായിട്ടുള്ള ഭീകരവാദികളില്ല, റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവരില്ല. അപ്പൊ പണിക്ക് ആളാ വേണം അവർക്ക്. അപ്പൊ അവരെന്ത് ചെയ്തു, വലിയ രീതിയിൽ തന്നെ ഇവിടുന്ന് ഈ നക്സലുകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം നക്സലുകൾക്ക് മറ്റു സംസ്ഥാനങ്ങൾ നിക്കക്കള്ളി ഇല്ലാതെ വന്നു, വലിയ ആക്രമണം നേരിടേണ്ടി വന്നു. അപ്പൊ അവർക്ക് വേലയും കൂലിയിലൊന്നും ഇല്ലാതിരിക്കുന്നു. ജമ്മു കാശ്മീരിലാണെങ്കിൽ അവിടെ പണിയെടുക്കാൻ ആളും ഇല്ലാതിരിക്കുന്നു ഭീകരന്മാർക്ക്. അങ്ങനെ ഇവരെ പതുക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടെ ഈ വെടിവെക്കാനും ഒക്കെ വരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോയി. മുൻപ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പോളിസി, ഇന്നും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ഒരു പോളിസി ഉണ്ടെങ്കിൽ നമ്മളിപ്പോ അത് പ്രാക്ടിക്കൽ ആക്കുന്നില്ല. ആ പോളിസി എന്ന് വെച്ചാൽ നക്സലുകൾ കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും അവർ കീഴടങ്ങിയതിനു ശേഷം അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു പദ്ധതി നമുക്ക് ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെയൊക്കെ ഫലം ചെയ്തിരുന്നെങ്കിലും പക്ഷെ അതൊരു വലിയ രീതിയിൽ ഫലം ചെയ്യാറില്ല. കാരണം ഈ നക്സൽ ആശയം പേറുന്ന ഈ ചിലര് മാത്രമാണ് വന്നിട്ട് പിന്നെ കീഴടങ്ങുന്നത്. അത് നമുക്ക് ഒറിജിനൽ നക്സൽ എന്ന് പറയാൻ പറ്റില്ല. ഒരു പണിയില്ല, എനിക്ക് എന്തെങ്കിലും പണി തരണേന്ന് പറഞ്ഞ് കീഴടങ്ങുന്നവരെ. അപ്പൊ അതിൽ വലിയ കഥയൊന്നും ഇല്ലാതെ വന്നപ്പോഴാണ് അമിത്ഷാ പറഞ്ഞത്, നമുക്ക് ഇനി ഇവരുടെ ഒത്തുതീർപ്പോ ഇല്ല കീഴടങ്ങലോ അല്ല വേണ്ടത്, പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുക എന്നൊരു വലിയ ഓപ്പറേഷനാണ് ആരംഭിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018-19 കാലഘട്ടത്തിൽ
കോവിഡ് വരുന്നത്. ഉം, കോവിഡ് ഉം, വന്നപ്പോഴേക്കും ഇതിന്റെ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അമിത്ഷാ അധികാരം ഏറ്റെടുത്തതിന് ശേഷം തൊട്ട് പിന്നാലെ തന്നെ ഓപ്പറേഷൻ ആരംഭിച്ചു. ഈ ഓപ്പറേഷൻ കുറച്ചുകൂടെ എളുപ്പമായത് കോവിഡ് കാലഘട്ടത്തിലാണ്. കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ വനത്തിനുള്ളിൽ അനവധി ഈ മാവോയിസ്റ്റുകൾ കുടുങ്ങിപ്പോയി, ഈ കോവിഡ് മൂലം രക്ഷപ്പെടാതെ. ഇവരുടെ പ്രമുഖ നേതാക്കൾ ചിലർ കൊല്ലപ്പെട്ടു. ചില പ്രമുഖ ഉം, നേതാക്കളെ, അത് ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ വാർത്ത ചെയ്തിട്ടുണ്ട് ഒരു 1.5 വർഷം മുമ്പ്. ഈ ചില പ്രമുഖ നേതാക്കളെ ഈ പട്ടാളം തന്നെ, നമ്മുടെ സേന തന്നെ പോയിട്ട് കട്ടിലോട് കൂടി പൊക്കി എടുത്ത് കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അങ്ങനെ ഒരു സാഹചര്യം കുറെ നക്സലുകൾ ചത്തൊടുങ്ങിപ്പോയിട്ടുണ്ട്. അതിനുശേഷം ഈ കീഴടങ്ങിയ ചില നക്സലുകൾ വനിതാ നക്സലുകൾ ഇവർക്കുണ്ട്. ഈ വനിതാ നക്സലുകൾ നൽകിയ ചില അഭിമുഖങ്ങളും വെളിപ്പെടുത്തലുകളും ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു കാര്യമാണ്. വലിയ ലൈംഗിക അരാജകത്വമാണ് ഈ വനത്തിനുള്ളിൽ മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾക്കിടയിൽ നടക്കുന്നത്. ഈ പോകുന്ന ഈ വനിതാ നക്സലുകൾ എന്ന് പറയുന്നവരെ വളരെ മൃഗീയമായിട്ട്, അതായത് അന്ന് ആ ഇന്റർവ്യൂ കൊടുത്ത ദേശീയ മാധ്യമം വിശേഷിപ്പിക്കപ്പെട്ടത് ഉം, യസീദി പെൺകുട്ടികൾ, ഇറാഖില് ISIS പിടിച്ചോണ്ട് പോയ യസീദി പെൺകുട്ടികളെക്കാൾ വലിയ ദുരിതമാണ് ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം അവരുടെ ആശയങ്ങളിൽ നിന്ന് അവർ പിന്നോക്കം പോയി. അവരെ ഒരു ടെറർ ഗ്രൂപ്പായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. മുൻകാലങ്ങളിൽ നമ്മുടെ സർക്കാരുകൾ അവരെ ഉം, കണ്ടിരുന്നത് ഒരു പ്രത്യേക ആശയം പേറുന്നവരായിട്ടാണ്. എങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ നമ്മുടെ, പക്ഷെ ഇവരങ്ങനെയല്ല. മുഖ്യധാരയെ വരാതെ രാജ്യം തകർക്കും. ഇതിനകത്ത് ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെയിൽഡ് ടെറർ ഗ്രൂപ്പുകളുമായിട്ട്, അതായത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ടെറർ ഗ്രൂപ്പുകളും നക്സലുകളും മിക്സ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കാരണം നക്സലുകളെ സംബന്ധിച്ച് ഇപ്പം ഈ പണം വരാനുള്ള സോഴ്സ് ഇല്ല. പകരം ഈ ആയുധങ്ങളും മറ്റുമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന ഈ ISIS പോലുള്ള, അല്ലെങ്കിൽ അൽ ഖ്വയ്ദ പോലുള്ള സംഘടനകളാണ്. ഇപ്പൊ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന, ഇപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടന, ഈ സംഘടനയുടെ വക്താക്കൾ എല്ലാവരും തന്നെ അർബൻ നക്സലുകളായിരുന്നു. അതായത് ഹിന്ദു അത് പേരുകളിലും ശരി. ക്രിസ്ത്യൻ പേരുകളിലും ഒക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദികളിൽ എത്തുക, അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ എഴുതുക ഒക്കെ ചെയ്യുന്നവരെല്ലാവരും തന്നെ അർബൻ നക്സലുകളായിരുന്നു. ആ അർബൻ നക്സലുകളും പോപ്പുലർ ഫ്രണ്ടുമായി നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവരെ ഉം, ഉം, അണിനിരത്തിക്കൊണ്ട് ഒരു മതേതര മുഖമില്ല, ഞങ്ങളുടെ കൂടെ ഇവരുമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മേഖലകളിൽ പോയിട്ടുമൊക്കെ ആയിരുന്നു ഇവരുടെ ബന്ധങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് ഉം, ഇന്നില്ല. ആ സംഘടന നിരോധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ സംഘടന നിരന്തരം അതിന്റെ പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കിടക്കുന്നുണ്ട്, 10,000-13,000 പേര് ഗൾഫിൽ കുടുങ്ങി കിടക്കുന്നു, അവർക്ക് നാട്ടിൽ പോലും തിരിച്ചെത്താൻ വയ്യാത്ത, സ്വന്തം നാട്, പിറന്ന വീടും ഉം, നാടും കാണാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് കിടക്കും പോപ്പുലർ ഫ്രണ്ടിന് സാമ്പത്തിക സഹായിച്ചത്. അപ്പോ നക്സലിസത്തിന്റെ വേര് അറുത്തു കഴിഞ്ഞിരിക്കുന്നു. അമിത്ഷാ അന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഉം, 2026 മാർച്ച് മാസത്തോടു കൂടി, കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു, മാർച്ച് മാസത്തോടു കൂടി തന്നെ ഇന്ത്യയിലെ നക്സലിസം അല്ലെങ്കിൽ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇനി ഉണ്ടാകില്ല. ഇനി അവശേഷിക്കുന്നത് ഈ ഉം. ഛത്തീസ്ഗഡിലുള്ള ബസ്തറിലും ഒപ്പം തന്നെ ബീജാപ്പൂരിലും അതിനോട് ബീജാപ്പൂർ. ചുറ്റോട് കിടക്കുന്ന 3-4 ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ നക്സലിസം ഒതുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു വലിയ ഓപ്പറേഷനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ വാർത്ത നൽകിയിരുന്നു. 100ഓളം നക്സലുകളുടെ ഒരു മീറ്റിംഗ്, നക്സലുകളുടെ അല്ലെ നക്സൽ തലവന്മാരുടെ ഒരു മീറ്റിംഗ് ഈ ബിജാപ്പൂർ ബസ്തർ വനമേഖലയിൽ നടക്കുന്നു. അവിടെ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ഹിത്മ എന്ന് പറയുന്ന ഒരു ഭീകരൻ ആ മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ട്. ഈ ഹിത്മയെ കുറിച്ച് ഉം, ഈ ബസ്തറിൽ തന്നെ ചെന്ന്, അതായത് ഈ ഹിത്മയുടെ കുടുംബ വീടിന്റെ 10 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് അമിത്ഷാ ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് അമിത്ഷാ പറഞ്ഞത്, ഈ നക്സലുകളിൽ ആർക്ക് വേണമെങ്കിലും ചിലപ്പോൾ നമ്മൾ മാപ്പ് കൊടുത്തുകൊണ്ടിരിക്കും, പക്ഷെ ഉം, ഹിത്മയ്ക്ക് മാപ്പില്ല. കാരണം രാജ്യം നോക്കുന്നവനാണ്, അവനെ തീർക്കാൻ തന്നെയാണ് ഉദ്ദേശം, അവൻ എവിടെ വിളിച്ചാലും തീർത്തിരിക്കും എന്ന് പച്ചയ്ക്ക് ഇന്ത്യയുടെ ഒരു ആഭ്യന്തരമന്ത്രി പോയി ചെന്ന് പറഞ്ഞ ഇടം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹിത്മയുടെ കുടുംബ വീടിന്റെ, അയാൾ ആ വീട്ടിലുണ്ടായില്ല, കുടുംബം ജനിച്ച ആ ഭൂമിയുടെ 10 കിലോമീറ്റർ ഇപ്പുറത്ത്. ഇതുവരെ ഈ ബസ്തറിലും ഉം, ബിജാപ്പൂരിലും ഒന്നും നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിമാരും പോയിട്ടില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഈ നക്സലുകളെ സ്വാധീനിച്ചുകൊണ്ട് അവർക്ക് പണവും മറ്റും സഹായങ്ങളും നൽകിക്കൊണ്ട് ആ ഭാഗത്തെ വോട്ടുകൾ മുഴുവൻ ഈ ഭീഷണിപ്പെടുത്തി ആളുകളെ കൊണ്ട് കുത്തിച്ച് ജയിക്കുന്ന പരിപാടിയായിരുന്നു. ഈ ഉം, പറയുന്ന ഉം, 27 ജില്ലകൾ അവരുടെ അണ്ടറിലാണ് എന്ന് പറയുമ്പോൾ എത്ര പാർലമെന്റ് മണ്ഡലം ഉം, വരും? കുറഞ്ഞ പക്ഷം 27 സീറ്റ് വരില്ലേ അതിൽ? എത്ര നിയമസഭാ മണ്ഡലം അതെ. വരും? ഒരു 7 സീറ്റ് വെച്ച് ഒരു പാർലമെന്റിൽ മണ്ഡലത്തിൽ വന്നാൽ തന്നെ എത്ര സീറ്റ് വരും? അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ ഈ അടുത്ത കാലം വരെ 2000-2001 കാലഘട്ടം വരെ ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ ശേഷിക്കുന്നത് 8-9% നക്സലുകളും മാവോയിസ്റ്റുകളും മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയൻ സർക്കാർ ഇടയ്ക്കിടയ്ക്ക് വയനാട് ഈ മാവോയിസ്റ്റ് വേട്ടകൾ നടത്താറുണ്ട്? അതായത് ഒരു ചെറിയ ചലനം പോലും, കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ സർക്കാരിന്റെ പുതിയ പോളിസി, മാവോയിസ്റ്റുകൾക്ക് മാപ്പില്ല.
അതായത് കീഴടങ്ങുകയോ വിചാരണയോ ഇല്ല, തീർത്ത് കളയുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ പുതിയ പോളിസി. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അവസാനത്തെ ഒരു യുദ്ധമാകണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ ഓക്കെ. ബിജാപ്പൂരിലും ബസ്തറിലും നടക്കുന്ന സൈനിക ഓപ്പറേഷൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അമിത്ഷാ പറഞ്ഞത് 2024 മാവോയിസ്റ്റുകളെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ്. അതിനുള്ള പരിപാടികൾ എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു. ഛത്തീസ്ഗഡിലെ ബസ്തറിലും ബീജാപ്പൂരിലും അടക്കം ഒരു വനം തന്നെ സൈന്യം വളഞ്ഞവരെ കൈകാര്യം ചെയ്യുകയാണ് എന്ന റിപ്പോർട്ടുകൾ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ പുറത്തുവിട്ടതാണ്. പിന്നെ കേരളത്തിലെ കാര്യം വരുമ്പോൾ പേടിക്കേണ്ട, അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. കാരണം അദ്ദേഹം മോദി പറയുന്നതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാത്ത ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് മാവോയിസ്റ്റുകളെല്ലാം തൂത്തുപറക്കിയിട്ട് വെടിവെച്ച് കൊന്നത് എന്നുള്ളത് പേര്. മാവോയിസ്റ്റ് ലഘുലേഖ കയ്യിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ അലന്റെയും താഹയും പിടിച്ച് അതിനകത്ത് UAPA ചുമത്തി. UAPA ആദ്യമായിട്ട് ചുമത്തുന്നത് നമ്മുടെ കേരളത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? അത് ഫസ്റ്റ് അതെ ആയിട്ട് അതെ അതെ. ചുമത്തിയത് നമ്മുടെ കേരളത്തിലാണ്. അതൊരു കരി നിയമമാണെന്ന് പറഞ്ഞ് ഇവര് ഡൽഹിയിൽ പ്രതിഷേധിച്ചതാണ്. പക്ഷെ അത് ആദ്യമായിട്ട് ചുമത്തിയത് ഇവിടെ തന്നെ. അങ്ങനെ അങ്ങനെ അതുകൊണ്ട് കേരളത്തിലെ കാര്യം പേടിക്കേണ്ട. എന്തായാലും ഛത്തീസ്ഗഡ് ക്ലീൻ ആക്കാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. താങ്ക് യു, വിജയ്. താങ്ക് യു സോ മച്ച്.